ജനങ്ങളുടെ ഉള്ളുണർത്തുവാനും ഉയർത്തി എഴുന്നേൽപ്പിക്കുവാനും അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ പരിഹാസത്തിന്റെ ചമ്മട്ടി ചുഴറ്റി കൂസലില്ലാതെ കാലത്തിന്റെ നെഞ്ചിലൂടെ കടന്നുപോയ മഹാകവിയുടെ ജീവചരിത്രം. അമ്പലപ്പുഴ ക്ഷേത്രം ഒരു ദേശത്തിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തുന്നതിൽ ഭാഷയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ച് എക്കാലത്തെയും ജനകീയ കലാരൂപമായ ഓട്ടംതുള്ളലിൻ്റെ ജന്മനാട്. കലയ്ക്കും സാഹിത്യത്തിനും ഏറെ പ്രോത്സാഹനം നൽകിയ ചെമ്പകശ്ശേരി രാജവംശത്തിൻ്റെ ആസ്ഥാനമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. തുള്ളൽ കലയുടെ പ്രചാരണത്തിനും പ്രോത്സാഹനത്തിനും വേണ്ടി 1967 കേരള സർക്കാർ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പണികഴിപ്പിച്ചു. ഈ ചരിത്ര സ്മാരകത്തിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന ഊർജ്ജരൂപങ്ങളുടെ ഉറവിടമായ സൂര്യകിരണങ്ങൾ ജനങ്ങളുടെ ഉള്ളുണർത്തുവാനും ഉയർത്തി എഴുന്നേൽപ്പിക്കുവാനും അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ പരിഹാസത്തിന്റെ ചമ്മട്ടി ചുഴറ്റി കൂസലില്ലാതെ കാലത്തിന്റെ നെഞ്ചിലൂടെ കടന്നുപോയ മഹാകവി. കൊല്ലവർഷം 880, ക്രിസ്തുവർഷം 1705. പാലക്കാട് ജില്ലയിലെ തിരുവില്ലാമലയ്ക്കടുത്ത് കിള്ളിക്കുരിശിമംഗലം ശിവക്ഷേത്രത്തിനടുത്ത് കലക്കത്ത് ഭവനത്തിലാണ് മഹാകവി കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. അമ്മാവനായ രാഘവ പാണിവാദനിൽ നിന്ന് സംസ്കൃതം പഠിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ ജന്മദേശം വിട്ട് നമ്പ്യാർ അച്ഛൻ്റെ കൂടെ കിടങ്ങൂരെത്തുകയും അവിടെ നിന്ന് കുടമാളൂരെത്തുകയും ചെയ്തു. അക്ഷരവിദ്യ പഠിപ്പിച്ച ഓണംപള്ളി എന്ന ദ്രോണംപള്ളി, ശാസ്ത്രത്തിൽ പഠനവും പ്രോത്സാഹനവും നൽകിയ ഉണ്ണിരവിക്കുറുപ്പ് എന്നിവരായിരുന്നു നമ്പ്യാരുടെ ഗുരുക്കന്മാരിൽ പ്രധാനികൾ. ഇവരായിരുന്നു നമ്പ്യാർക്ക് ചെമ്പകശ്ശേരി രാജാവിൻ്റെ പരിചയം നേടാൻ കാരണമായത്. ചെമ്പകശ്ശേരി പൂരാണം തിരുനാൾ ദേവനാരായണൻ തമ്പുരാനാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിച്ചത്. ചെമ്പകശ്ശേരിയുടെ ആശ്രിതനായി വളരെ വർഷങ്ങളോളം കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്നു. ചാക്യാരുടെ സഹായിയായി കൂത്തിന് മിഴാവ് കൊട്ടുക എന്നതായിരുന്നു നമ്പ്യാരുടെ ജോലി. ഒരിക്കൽ നാടകശാലയിൽ ചാക്യാർ കൂത്തു പറയുന്ന നേരം മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ കഥയുടെ വിരസത കൊണ്ടോ നിറയെ സദ്യ ഉണ്ടതുകൊണ്ടോ അറിയാതെ ഉറങ്ങിപ്പോയി. കൂത്തു പറയുന്നതിനിടയിൽ ആരെയും കളിയാക്കാൻ അവകാശമുള്ള ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു. നാട്ടുവഴക്കത്തിന്റെ കലയും സാഹിത്യവും നമ്പ്യാരെ ഒട്ടൊന്നുമല്ല ആകർഷിച്ചത്. നാടുവഴിയിലൂടെ അതിനായി അദ്ദേഹം അലഞ്ഞിരുന്നു. പടയണിയും കോലംതുള്ളലും വേലകളിയും നിറഞ്ഞു നിന്നിരുന്ന ഗ്രാമ്യവഴക്കത്തിന്റെ നാട്ടുരുചികൾ ചേർന്ന് നിന്നിരുന്ന സംസ്കാരത്തോടൊപ്പം പരമ്പരാഗത ക്ഷേത്രകലകൾ കൂട്ടിച്ചേർന്ന് നമ്പ്യാരുടെ ഉള്ളിൽ ഒരു പുതിയ കല രൂപം കൊണ്ടു. ചാക്യാർ അധിക്ഷേപിച്ചതിനാൽ നമ്പ്യാർക്ക് ആത്മസംഘർഷവും അഭിമാനക്ഷതവും നേരിടുന്നു. അന്ന് രാത്രി തന്നെ എഴുതിയുണ്ടാക്കിയ കല്യാണ സൗഗന്ധികം തുള്ളൽ കഥ ചാക്യാർ കൂത്ത് നടത്തിക്കൊണ്ടിരുന്ന നാടകശാലയ്ക്ക് സമീപം കളിത്തട്ടിൽ വെച്ച് നമ്പ്യാർ അവതരിപ്പിച്ചു. കൂത്ത് കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെല്ലാം നമ്പ്യാരുടെ മുന്നിലേക്ക് തടിച്ചുകൂടി. കൂത്തു കാണാൻ ആളില്ലാതെ വരികയും ചെയ്തു. അങ്ങനെ നമ്പ്യാർ സവർണ അവർണ മേധാവിത്വത്തിന്റെ അതിർവരമ്പുകൾ മായ്ച്ചുകൊണ്ട് ഒരു പുതിയ ജനകീയ കലാരൂപത്തിന് രൂപം നൽകി. ചാക്യാരോട് പകരം വീട്ടി. വാചികാഭിനയ പ്രധാനമായ കലയാണ് തുള്ളൽ. ഓട്ടൻ, പറയൻ, ശീതങ്കൻ എന്നിങ്ങനെ 3 തരം തുള്ളലുകളാണ് ഉള്ളത്.
ഓട്ടംതുള്ളലിന്റെ മുഖത്തുതേപ്പ് പച്ചയാണ്. മനയോല, നീലം, ചെഞ്ചല്യം എന്നിവ വെളിച്ചെണ്ണയിൽ ചാലിച്ചാണ് ഇതുണ്ടാക്കുന്നത്. കൂടാതെ അരിമാവ് കൊണ്ട് ചുട്ടുകുത്തുന്നു, കരിമഷി കൊണ്ട് കണ്ണും പുരികവും എഴുതി നീട്ടി വാലിടുന്നു, നെറ്റിയിൽ പൊട്ടുതൊടും, ചുണ്ടപ്പൂവിട്ട് കണ്ണു ചുവപ്പിക്കും, തലയിൽ തുണി കൊണ്ട് കൊണ്ട കെട്ടി അർദ്ധവൃത്താകൃതിയിലുള്ള കിരീടം അണിയും. കിരീടത്തിന് കരണപ്പലകയുള്ളതുകൊണ്ട് ചെവിയുടെ കീഴറ്റം വരെ ഉണ്ടായിരിക്കും. അരയിൽ ചുവന്ന പട്ടുടുത്ത് അതിനു മുകളിൽ കച്ച കെട്ടുന്നു. പിൻഭാഗത്ത് ശരമുണ്ടും മുൻഭാഗത്ത് മുന്തിയും ധരിക്കുന്നു. കഴുത്താരം, കൊരലാരം, മാർമാല, തോൾപൂട്ട്, ഹസ്തകടകം, കങ്കണം, നെഞ്ചുപലക, കച്ചമണി എന്നിവയും പറയൻ, ശീതങ്കൻ എന്നിവ അപേക്ഷിച്ച് ഓട്ടംതുള്ളലിന് ആഹാര്യശോഭ കൂടും. പറയൻതുള്ളലിന് മുഖത്ത് തേപ്പ് വേണമെന്നില്ല. വാലിട്ട് കണ്ണെഴുതും, പുരികവും കറുപ്പിക്കും. നെറ്റിയിൽ ഭസ്മക്കുറിയും പതിവുണ്ട്. ശരീരത്തിൽ ചന്ദനം പൂശുന്നു. തലയിൽ കൊണ്ട കെട്ടിയതിനു ശേഷം നാഗഫണാകൃതിയുള്ള മുടി വയ്ക്കുന്നു. മുണ്ടും അതിനുമേതെ ചുവന്ന പട്ടും തൊങ്ങലുമുള്ള രീതിയിലാണ് ഉടുത്തുകെട്ട്. പലതരം മാലകൾ, ചിലമ്പ്, കച്ചമണി, രുദ്രാക്ഷമാല എന്നിവയും വേഷത്തിൽ കാണാം. ശീതങ്കം തുള്ളലിന് മുഖത്തുതേപ്പില്ല. കണ്ണും പുരിയവും എഴുതി വാലിടുന്നു, പൊട്ടുതൊടും. തലയിൽ കറുത്ത ഉറുമാൽ ചുറ്റി വെള്ള തുണി കൊണ്ട് കൊണ്ട കെട്ടി അതിനു മീതെ പാമ്പാകൃതിയിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കൊണ്ടത്താമരയും ധരിക്കും. ഉടുത്തുകെട്ട് ഓട്ടംതുള്ളലിൻ്റേതുപോലെ തന്നെ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മെയ്പ്പാമ്പ്, കൈത്താമര, കടകം, കങ്കണം എന്നീ ആഭരണങ്ങളും അണിയുന്നു. ജനകീയമായ ഒരു പുതിയ കലയെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തെങ്കിലും തുള്ളൽ കൃതികൾക്ക് ജന്മം നൽകിയ നമ്പ്യാർക്ക് ക്ഷേത്രത്തിനകത്ത് പിന്നീട് ഒരിക്കലും തുള്ളൽ അവതരിപ്പിക്കാനുള്ള അനുവാദം ലഭിച്ചില്ല എന്നുള്ളത് ചരിത്രത്തിലെ ദുഃഖകരമായ ഒരു ഏടാണ്. ചാക്യാർ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് രാജാവ് ക്ഷേത്രത്തിനുള്ളിൽ തുള്ളൽ നിരോധിച്ചത്. തുള്ളൽ നിരോധിച്ചെങ്കിലും ചെമ്പകശ്ശേരിക്ക് നമ്പ്യാർ പ്രിയപ്പെട്ടവനായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന സാമൂഹ്യ വിവേചനങ്ങൾക്കെതിരെ ഭാഷ കൊണ്ട് പോരാടി വ്യത്യസ്തനായി നിലകൊണ്ട ഒരു മഹാകവിയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഒരു കാലത്ത് കേരള സമൂഹത്തിൽ നിലനിന്നിരുന്ന മേലാള കീഴാള വിഭാഗങ്ങളുടെ അസമത്വം ഇല്ലാതാക്കാൻ തന്റെ തൂലികയിലെ തിളങ്ങുന്ന അക്ഷരങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മലയാളത്തിലെ ജനകീയ മഹാകാവ്യ പ്രതിഭയായി തീർന്നു കുഞ്ചൻ നമ്പ്യാർ. പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ നർമ്മത്തിൽ മുക്കിയെടുത്ത ശൈലിയിലൂടെ പുതിയുഗ പിറവിയെക്കുറിച്ച് തന്റെ എഴുത്താണി ഒരു മഹാപ്രതീകമാക്കി തീർക്കുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ചെയ്തത്. എഴുത്താണിയുടെ കൂർത്ത മുനകൊണ്ട് എഴുതുക മാത്രമല്ല, സമൂഹത്തിലെ അന്ധമായ അനാചാരങ്ങൾക്കും തന്റെ കാലഘട്ടത്തിലെ ജനജീവിതത്തെ കാർന്നു തിന്നുന്ന സാമൂഹിക ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ അത് എറിഞ്ഞ് തറപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് യുഗപ്രഭാവനായ കവിയുടെ തലയെടുപ്പ്. പഴഞ്ചൊല്ലുകളിലൂടെ സാമൂഹ്യ വിമർശനം ഏറ്റവും നല്ല ആയുധമാക്കി കൃതികളിൽ ഉപയോഗിക്കുന്ന എത്ര സന്ദർഭങ്ങൾ വേണമെങ്കിലും നമ്പ്യാർ കൃതികളിൽ കാണാം. കൊല്ലവർഷം 929 ക്രിസ്തുവർഷം 1754 മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി ആക്രമിച്ചു കീഴടക്കി തിരുവിതാംകൂറിനോട് ചേർത്തു. ഒപ്പം നമ്പ്യാർ മാർത്താണ്ഡവർമ്മയുടെ ആശ്രിതനായി ഒരു ദശവർഷക്കാലം അവിടെ താമസിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ കൃതികളിൽ മാർത്താണ്ഡവർമ്മയെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ കാർത്തിക തിരുനാളിനെയും അവരുടെ മന്ത്രിയായ അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള ദളവയെയും നമ്പ്യാർ സൗഹൃദത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുര വാസകാലത്ത് രാജാക്കന്മാരിൽ നിന്നും നമ്പ്യാർ വീരശൃംഖലകൾ സമ്മാനമായി നേടിയിട്ടുണ്ടെന്ന് രേഖകളിൽ പരാമർശമുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ അനുമതിയോടെ നമ്പ്യാർ വാർദ്ധക്യകാലത്ത് അമ്പലപ്പുഴയിലേക്ക് തിരിച്ചു വരികയും ശേഷിച്ച ജീവിതകാലം അമ്പലപ്പുഴ ക്ഷേത്രത്തിനടുത്തുള്ള നമ്പ്യാർ മഠത്തിൽ കഴിച്ചുകൂട്ടിയതായും കാണാം. കലയിലും സാഹിത്യത്തിലും തികച്ചും ജനകീയമായ ഒരു പാത വെട്ടിത്തെളിച്ച് ക്ലാസിക്കൽ കലകളും സാഹിത്യവും സംവേദനം ചെയ്യുന്ന ചെറിയൊരു വിഭാഗം വരേണ്യ സമൂഹത്തിനപ്പുറം അധകൃതരുടെ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനും അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു ദൃശ്യഭാഷ ഒരുക്കിയ മഹാനായ കവി കൊല്ലവർഷം 956 ക്രിസ്തുവർഷം 1781 ചരമഗതി പ്രാപിച്ചു. പേപ്പട്ടി വിഷബാധയേറ്റാണ് മരണം സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. തുള്ളൽ കലയെ ജനകീയമാക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ച കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ ചുവരിൽ ആലേഖനം ചെയ്യപ്പെട്ട നമ്പ്യാരുടെ ജീവചരിത്രം പറയുന്ന പ്രധാന ചിത്രങ്ങൾ കേരള ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിന്റെ കഥ പറയുന്നു. അമ്പലത്തിന് തെക്കുവശത്തായി നമ്പ്യാർക്ക് താമസിക്കാൻ നിർമ്മിച്ചു കൊടുത്ത നമ്പ്യാർ മഠം നിലനിന്നിരുന്ന സ്ഥലത്താണ് നമ്പ്യാരെ അടക്കം ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്ത് മഹാകവിക്കായി ഒരു സ്മൃതി മണ്ഡപം നിർമ്മിച്ചിട്ട് അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപം ഹാളിൽ തുള്ളൽ കലയിലെ വിവിധ മുദ്രകൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ എന്നീ വിഭാഗങ്ങളിൽ 41 കൃതികൾ നമ്പ്യാരുടേതായി പറയപ്പെടുന്നു. കാവ്യരൂപങ്ങൾ പലതും പരീക്ഷിച്ചു നോക്കിയതിനു ശേഷമാണ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കൃതികൾ രചിച്ചത്. കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട്,
തിരുവാതിരപ്പാട്ട് എന്നിവ കൂടാതെ ആട്ടക്കഥകളും നമ്പ്യാർ രചിച്ചതായി പറയപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്താക്കപ്പെട്ട തുള്ളൽ എന്ന കലാരൂപത്തിന് ക്ഷേത്രപ്രവേശന വിളംബരവും കഴിഞ്ഞ് എത്രയോ കാലം വേണ്ടി വന്നു ക്ഷേത്രത്തിന്റെ അകത്തളത്തിലേക്ക് പ്രവേശനം ലഭിക്കാൻ. 2006 മെയ് 5-നാണ് വീണ്ടും തുള്ളൽ ക്ഷേത്രത്തിനകത്ത് അവതരിപ്പിച്ചത്. നമ്പ്യാർ മഠത്തിലേക്കുള്ള വഴി ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാർ റോഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വർഷങ്ങളായി നമ്പ്യാർ സ്മാരകത്തിൽ തുള്ളൽ പരിശീലന കോഴ്സ് നടന്നു വരുന്നുണ്ട്. 3 വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾക്കാണ് പരിശീലനം. തുള്ളലിന്റെ ചരിത്രവും സാഹിത്യവും കലയും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാനായി വലിയൊരു സ്മാരകം തന്നെ ഇവിടെയുണ്ട്.